ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 എക്കണോമിക്സിൽ മൈക്രോ ഉണ്ടല്ലോ, മൈക്രോയ്ക്കകത്തെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, മൈക്രോയിൽ ഫുൾ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 5 ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ടോപ്പിക്സ് ആണ് നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യമേ പറയേണ്ട ഒരു കാര്യം, നമ്മൾ എക്കണോമിക്സിന് വേണ്ടിയിട്ട് കുറേ കാൽക്കുലേഷൻസിൻ്റെയും ഗ്രാഫുകളുടെയും എസ് എ ചോദ്യങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ലിങ്ക് ഓപ്പൺ ആകാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം പേജ് എടുക്കുക, അതിൽ പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ +2 എക്കണോമിക്സ് പബ്ലിക് എക്സാം 2026 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മൈക്രോയിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, സോ PYQs ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ടോപ്പിക്സ് പേര് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അതിനകത്ത് ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ട ഒരു വൺ വേർഡ് ആണ് എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇതൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ്. ഇത് ആരാണ് എഴുതിയത്? ആഡം സ്മിത്ത്. ഓക്കെ, ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്. 1776 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വൺ വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്ത് ആണെന്നുള്ളത്. ഇനി അതുപോലെ തന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, ഒരു സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് പ്രോബ്ലംസ് ആയിട്ടുള്ളത്? ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. അപ്പോൾ ആ ഒരു 3 ചോദ്യങ്ങളാണ് നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത്. അത് എക്സ്പ്ലനേഷൻ സഹിതം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക, മാർക്കിനനുസരിച്ച് എഴുതുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ സെൻട്രൽ പ്രോബ്ലംസ് തന്നെ ഗ്രാഫിക്കൽ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്നുണ്ട് എങ്കിലും ഈ ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് PPC ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഈ PPCയിലുള്ള ഏതൊരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഞാൻ ഫുൾ എഴുതിയിട്ടില്ലേ. അപ്പോൾ PPCയിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ എന്താ പറയുക? ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. PPCക്ക് അകത്ത് വരുന്ന ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താൽ അതിനെ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ഏതാണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇനി PPCക്ക് ഇതാണ് PPCയുടെ പുറത്തുള്ള ഏതൊരു പോയിന്റ് എവിടെയൊക്കെ ഏതെടുത്താലും നമ്മൾ എന്താ പറയുക? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഈ 3 പോയിന്റ്സും അടയാളപ്പെടുത്താൻ നോക്കിയിട്ട് പോവുക. സെൻട്രൽ പ്രോബ്ലംസ് തന്നെ ഗ്രാഫിക്കൽ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് വരച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ PPC അല്ലെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡെഫിനീഷനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചേഴ്സും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതായത് മലയാളത്തിൽ ഉത്പാദന സാധ്യത പരിധി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ PPC നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രത്യേകം നിങ്ങൾ നോക്കുക, അത് വരയ്ക്കാൻ കൂടി പഠിച്ചിട്ട് പോവുക. ഇത് തന്നെയാണ് PPC കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അതായത് അവസരാത്മക ചെലവ്. ഇതൊരു 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവുക. ഇനി അടുത്ത് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി ആൻഡ് മിക്സ്ഡ് എക്കോണമി. 3 സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സെൻട്രലി പ്ലാൻഡ് എക്കോണമി, അതിനെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് എക്കോണമി, അതിനെ തന്നെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയാം. പിന്നെ മിക്സ്ഡ് എക്കോണമി. ഈ 3 എക്കോണമീസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 3 എക്കോണമീസിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഇത് ഷോർട്ടസ്സേക്ക് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ്ഘടന, കമ്പോള സമ്പദ്ഘടന, അതുപോലെ തന്നെ മിശ്ര സമ്പദ്ഘടന. ഓക്കെ, മിശ്രിത എന്നല്ല, മിശ്ര സമ്പദ്ഘടന കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 സമ്പദ്ഘടനകളുടെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇത് നമുക്ക് ഏത് വേണോ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഷോർട്ടസ്സേക്ക് ചോദിക്കാം. ചിലപ്പോൾ 3 ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 വെച്ച് മാത്രമായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വൺ വേർഡിൻ്റെ സെക്ഷൻസിൽ നിന്നും സെക്ഷനിലും ഈ ഒരു ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് 3 തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്, ദറ്റ് ഈസ് വാസ്തവികവും പ്രാമാണികവുമായ സാമ്പത്തിക വിശകലനം. ഇത് നമുക്കൊരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒക്കെ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, എന്താണ് നോർമാറ്റീവ് എക്കണോമിക്സ്, ആ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ഒന്നാമത്തെ പാഠത്തിൽ അവസാനം വരുന്നൊരു ടോപ്പിക്കാണ്
മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും, മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ മൈക്രോയിനെ പറ്റിയിട്ട് മാക്രോയിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. ആൻഡ് ഓൾസോ അതോടൊപ്പം തന്നെ ഞാൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് എക്സാമ്പിൾസ്. മൈക്രോ എക്കണോമിക്സിനും മാക്രോ എക്കണോമിക്സിനും എക്സാമ്പിൾസ് ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് വൺ വേർഡിനും ഒക്കെ നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം എക്സാമ്പിൾസ് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. വൺ വേർഡ് മാത്രമല്ല, നമ്മുടെ മൈക്രോ മാക്രോ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഷോർട്ടസ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ പാഠമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോവേണ്ടത്. ഇനി അടുത്ത് പറയാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണ്, ഒത്തിരി വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത് തന്നെ യൂട്ടിലിറ്റി എന്താണ്, ഉപയുക്തത എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ടിയും എംയും എന്താണെന്ന് കൂടി പഠിക്കുക. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ 2 മെഷേഴ്സ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 തിയറികളുണ്ട്. അതാണ് ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും, അതുപോലെ രണ്ടാമത്തെ തിയറിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഈ 2 തിയറീസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് പോകുക. അപ്പോൾ യൂട്ടിലിറ്റി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പഠിക്കണം, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റിയും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി അടുത്ത ഈ യൂട്ടിലിറ്റിക്ക് അകത്ത് തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അധികം പെട്ടെന്ന് നമുക്ക് കാണാൻ മീൻസ് ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച് പോയാലേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ടോപ്പിക്ക്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഷോർട്ടസ്റ്റേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് അപചയ സീമാന്ത ഉപയുക്തതാ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ തിയറി കുറച്ച് പറയുന്നുണ്ട്. ആ തിയറി നിങ്ങൾ പഠിക്കുക. ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫിഗർ വരച്ചിട്ടുള്ളത്. ഈ ഫിഗർ നിങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. ഈ ഒരു ടോപ്പിക് അഥവാ നമുക്ക് ഷോർട്ടസ്റ്റേക്ക് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫ് കൂടി അവിടെ വരച്ച് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഐ സി ഏതാണ്, ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, എന്താണ് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് അല്ലേ, അല്ലെങ്കിൽ മലയാളത്തിലെ നിസ്സംഗതാ വക്രം എന്ന് പറയാം. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകും. ഇൻഡിഫറൻസ് കർവിന് ഡെഫിനീഷൻ ഉണ്ട്. ആ ഡെഫിനീഷനും അതിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. ഡെഫിനീഷനും ഫ്യൂച്ചേഴ്സും എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഫ്യൂച്ചേഴ്സൊക്കെ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐ സി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട്. ഇത് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് തന്നെയാണ് കേട്ടോ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ നമ്മൾക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻഡിഫറൻസ് കർവിലെ ഏതൊരു പോയിന്റ്, നമ്മൾ PPSC റിലേറ്റ് ചെയ്ത ഒരു ഗ്രാഫ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ എവിടെ ഇൻഡിഫറൻസ് കർവിലുള്ള ഏതൊരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിന് നമ്മൾ എന്ത് പറയും, എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നു. ഇൻഡിഫറൻസ് കർവിന് പുറത്തുള്ള ഏതൊരു പോയിന്റും അതിനെ നമ്മൾ പറയുന്നതാണ് സുപ്പീരിയർ ബണ്ടിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ബണ്ടിൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് കർവിന് താഴെയുള്ള അകത്തുള്ള ഏതൊരു പോയിന്റിന് നമ്മൾ പറയുന്നതാണ് ഏതാണ് ഇൻഫീരിയർ ബണ്ടിൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐ സി. ഓക്കെ, ഐ സി ഇൻഡിഫറൻസ് കർവ് ഈ കാണുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. ഇതിലുള്ള ഏതൊരു പോയിന്റിനെയും നമ്മൾ എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നു. പുറത്തുള്ള ഏതൊരു പോയിന്റിനെയും സുപ്പീരിയർ ബണ്ടിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ബണ്ടിൽ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ഐ സിക്ക് താഴെയുള്ള ഏതൊരു മീൻസ് അകത്തുള്ള ഏതൊരു പോയിന്റിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകുക കേട്ടോ. പിന്നെ ഒരു വൺ വേർഡ് ആണ് P1x1 + P2x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. എവിടെ എം എന്ന് കൂടിയുണ്ട്, എം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതെന്തിൻ്റെ ഇക്വേഷനാണ്, കൺസ്യൂമേഴ്സ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വൺ വേർഡിന് ചോദിക്കാം, ഇത് ഏത് ഇക്വേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇത് കൺസ്യൂമേഴ്സ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ആ ഒരു വേർഡാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബജറ്റ് ലൈൻ പഠിക്കാനുണ്ട്, ബജറ്റ് രേഖ അല്ലേ. ബജറ്റ് ലൈൻ റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡെഫിനീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയറിറ്റിക്കലായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അതോടൊപ്പം തന്നെ പ്രോബ്ലമാണ് നമുക്ക് ബജറ്റ് ലൈൻ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്. ഞാൻ മൈക്രോയിലെ എല്ലാ പ്രോബ്ലംസും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, മീൻസ് ക്ലാസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കൂടി ആ ഒരു ഒറ്റ പ്ലേലിസ്റ്റിനകത്താണ് ഉള്ളത്. അപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങളത് ചെക്ക് ചെയ്താൽ മതിയാവും, ഇത് ഇനി ആവശ്യമുള്ളവരൊക്കെ കേട്ടോ. അപ്പോൾ ബജറ്റ് ലൈൻ്റെ പ്രോബ്ലം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് P1x1 + P2x2 = M എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ബജറ്റ് ലൈൻ ഇക്വേഷൻ, സ്ലോപ്പ് ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദിക്കുന്നത്
ചോദിക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊരു 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ഒക്കെ തന്നെ എസ് എ ഷോർട്ട് എസ് എ മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് ലൈൻ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്. ആ ഒരു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വരച്ച് പഠിച്ചിട്ട് പോവുക, ചെയ്ത് പഠിച്ചിട്ട് പോവുക. പിന്നെ എന്താണ് ബഡ്ജറ്റ് ലൈൻ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഷിഫ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെ പറ്റിയിട്ട്. ഇപ്പോൾ പ്രൈസ് P1ൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. P2ൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴും ഷിഫ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രാഫുകൾ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബഡ്ജറ്റ് ലൈൻ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറുമ്പോഴും ഓരോ പുതിയ ഗ്രാഫുകളാണല്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് നോക്കി ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത് ഒരുമിച്ചൊക്കെ അത് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പഠിക്കുക. പിന്നെ ഈ ഒരു പ്രോബ്ലം, ആ കണക്ക് നിങ്ങൾ എല്ലാവരും പഠിക്കണം. അത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണക്കാണ്. ആ കണക്ക് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു 8 മാർക്കിൻ്റെ എസ് എ ചോദ്യം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നും പറയാറുണ്ട്. മലയാളത്തിൽ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തിയറി പോർഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്. അത് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. 8 മാർക്കിന് ചോദിക്കുന്ന എസ് എ ടോപ്പിക്കാണ്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഷോർട്ട് എസ്സേക്കായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഉറപ്പാണ് കേട്ടോ. ആ ഒരു ചോദ്യം കഴിഞ്ഞ കൊല്ലത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാലും എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ടോപ്പിക്ക്. പിന്നെ അടുത്ത് വരുന്നതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിമാൻഡ്. ചോദനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഇത് ഒരുമിച്ച് നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അതിനകത്ത് വരുന്നത് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് പ്രൈസ്, സാധനത്തിൻ്റെ വില. അതുപോലെ തന്നെ ഇൻകം എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലുള്ള ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോർമൽ ഗുഡ്സിനെ പറ്റിയിട്ടും ഇൻഫീരിയർ ഗുഡ്സിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെ പറ്റിയിട്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത് ഒരുമിച്ച് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ നോർമൽ ഗുഡ്സ്, ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ ഈ ഒരു സംഭവങ്ങൾ കൂടി മെൻഷൻ ചെയ്തത് അതുകൊണ്ടാണ്. ഇത് നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും നിങ്ങൾ കൃത്യമായിട്ട് ഇത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് അറിഞ്ഞിട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കേട്ടോ. അതായത് നോർമൽ ഗുഡ്സിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഫീരിയർ ഗുഡ്സിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനും കോംപ്ലിമെൻ്ററി ഗുഡ്സിനും ഒക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. അപ്പം അന്നേരം നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഇപ്പോഴേ അത് നോക്കി ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി വരുന്നതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഇത് ഷോർട്ട് എസ്സേക്ക് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ചോദനത്തിലെ മാറ്റം. ഓക്കെ, അപ്പോൾ ഡിമാൻഡിന് ഷിഫ്റ്റും സംഭവിക്കാറുണ്ട്, മൂവ്മെൻറ്റും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4 ഗ്രാഫുകളുണ്ട്. ആ 4 ഗ്രാഫും വരച്ച് പഠിച്ചിട്ട് പോകണം. അത് ഷോർട്ട് എസ്സേക്ക് ആയാലും എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആ 4 ഗ്രാഫുകൾ കൂടി വരച്ച് എക്സ്പ്ലനേഷൻ എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് 5 ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. മീൻസ് 5 ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സും ആ ഒരൊറ്റ പ്ലേലിസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആ 5 ഗ്രാഫ് നമുക്ക് വേണം. 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി, ആ 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റിയുടെയും 5 മീൻസ് ഓരോന്നിൻ്റെ ഗ്രാഫുകൾ ആൻഡ് എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അത് എല്ലാം കൂടി 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ചോദിക്കുമ്പോൾ 5 ഗ്രാഫ് വരച്ച് ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് 5 മാർക്ക് കിട്ടും. ആ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വരാറുണ്ട്. അതായത് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് EP = ΔQ/ΔP/P/Q. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതും ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇതും ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മൈക്രോയിൽ എല്ലാ കണക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നോക്കി പഠിച്ചാൽ മതിയാവും. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ചോദ്യം വരാറുണ്ട്. ഓക്കെ, 3 മാർക്കിന് 3 or 4 മാർക്കിനൊക്കെ ആയിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതായത്
നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മളൊരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഞാൻ പറഞ്ഞില്ല 5 പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 5 പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും എങ്ങനെയാണ് നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ ഗ്രാഫ് വരയ്ക്കാൻ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ എന്തായാലും ഇത് നിങ്ങൾ നോക്കി വരച്ചിട്ട് പോവുക. ഓക്കെ, ഞാൻ ഓരോ ഇലാസ്റ്റിസിറ്റിയും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എവിടെ കാണുന്നില്ലേ ടോപ്പിൽ ഇലാസ്റ്റിസിറ്റി എവിടെ ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതാണ്? അത് നമ്മുടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ താഴെ കാണുന്നത് എവിടെ ഇലാസ്റ്റിസിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ദെൻ ഈ നടുക്ക് കാണുന്നത് കണ്ടോ ഇലാസ്റ്റിസിറ്റി എവിടെ 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരിക. എവിടെ ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കൂടുതലായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ അത് എന്താണ് വരിക? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. ആൻഡ് എവിടെ ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കുറവാണ് അതുകൊണ്ട് തന്നെ അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുകയും വേണം. ആ 5 ഗ്രാഫ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫും വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ബേസിക്കലി എന്താ പഠിക്കേണ്ട? പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 ടൈപ്സ് ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ ഓരോന്നിൻ്റെ ഗ്രാഫുകൾ കൂടി പഠിക്കുക. ആ തിയറി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഈ രണ്ടാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഞാനത് അവിടെ വരയ്ക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്നത് ബജറ്റ് ലൈനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ സംഭവം തന്നെയാണ്. ദറ്റ് ഈസ് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ബജറ്റ് ലൈനാണ് എവിടെ കാണിച്ചത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഞാൻ സ്കെയിൽ എടുക്കാതെ വരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സംഭവം സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. അപ്പോൾ ബജറ്റ് ലൈനിലുള്ള ഏതൊരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എഫിഷ്യൻറ്റ് ബണ്ടിൽ. ബജറ്റ് ലൈനിന് പുറത്തുള്ള ഏതൊരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സുപ്പീരിയർ ബണ്ടിൽ. അല്ലെങ്കിൽ ബജറ്റ് ലൈനിന് പുറത്തുള്ള ഏതൊരു പോയിന്റിനും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സുപ്പീരിയർ ബണ്ടിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ബണ്ടിൽ. ഇനി ബജറ്റ് ലൈനിന് താഴെയുള്ള അല്ലെങ്കിൽ അകത്തുള്ള ഏതൊരു പോയിന്റിനെ പറയുന്ന പേരാണ് ഇൻഫീരിയർ ബണ്ടിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ബജറ്റ് ലൈനിൽ ഇതൊരു സെപ്പറേറ്റ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ 3rd ചാപ്റ്ററാണ്. സോ ഇതിനകത്ത് ആദ്യമേ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ഉൽപ്പാദന ധർമ്മം എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ആ ഒരു ഒറ്റ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോകട്ടെ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. പിന്നെ TPAPMB, അതായത് ടോട്ടൽ പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്. ഈ 3 റിലേറ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം, ഒരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് നമുക്ക് മേ ബി ഒരു 3-4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ TPAPMBയുടെ ഒക്കെ ഷേപ്പ് എന്താണ്, ആ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കാര്യം നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഇതിനെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടേൺസ് ടു ഫാക്ടർ എന്നും പറയാറുണ്ട്. ഇത് എക്കണോമിക്സ് പരീക്ഷ ഇതെന്ന് എല്ലാവരും പഠിച്ചിട്ട് പോവേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 8 മാർക്കിന് SAക്ക് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, മലയാളത്തിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിവേക അനുപാത നിയമവും എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ 3 പേരുകൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പേര് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ മൊത്തത്തിൽ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇതിനകത്ത് പഠിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു 3 സ്റ്റേറ്റസിനെ പറ്റി പഠിക്കേണ്ടത്. അതായത് റിട്ടേൺസ് ടു ഫാക്ടറിൻ്റെ 3 സ്റ്റേറ്റസ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റസ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ഇതിൻ്റെ കറക്റ്റ് തിയറി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പാരഗ്രാഫുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ഇതെല്ലാം കൂടി എഴുതുമ്പോഴാണ് നമുക്ക് 8 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടൊക്കെ അത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ SAE ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ പഠിക്കേണ്ടതാണ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള ആദായം. ഇതൊരു ഷോർട്ട് എസ്സേ ടോപ്പിക്കാണ്. ഇതിനകത്ത് നമ്മൾ IRS, CRS, DRSനെയൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. ദറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ നിങ്ങൾ നോക്കിയിട്ട് പോവുക. 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ്. ഇനി കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട് അല്ലേ, കണക്ക് വരുന്നുണ്ട്. നമ്മൾ ടേബിൾ വരച്ച് പഠിച്ചിട്ടുള്ള കണക്കാണ്. TC, TFC, TVC, AC, AFC, AVC, SMC ഒക്കെ. ഓക്കെ, കണ്ടുപിടിച്ച ഒരു കണക്കാണ്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഒന്നില്ലെങ്കിൽ 8 മാർക്കിൻ്റെ സെക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ 5 മാർക്കോ 4 മാർക്കിൻ്റെ ഒക്കെ സെക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് എന്തായാലും എല്ലാവരും കൃത്യമായിട്ട്
ചെയ്ത് പഠിച്ചിട്ട് പോകേണ്ട കണക്ക് തന്നെയാണ്. പിന്നെ കണക്കായിട്ട് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഈ സംഭവങ്ങളുണ്ടല്ലോ TC TFC TVC ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്. ഈ ഓരോ കർവിനും അതിൻ്റേതായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്പിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇതിന് ഓരോന്നിനും കുറേ ഇക്വേഷൻസും വരുന്നുണ്ടല്ലോ, ആ ഇക്വേഷൻസും പഠിച്ചിട്ട് പോവുക. കാരണം ഈ ഷേപ്പും ഇക്വേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വൺ വേർഡ് ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഓർമ്മിപ്പിച്ചത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ കുറേ റിലേഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് ഈ എന്താണ് ഓരോ കർവ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. AVC MC റിലേഷൻഷിപ്പ്, SAC AVC റിലേഷൻഷിപ്പ്, പിന്നെ LRAC LRMC റിലേഷൻഷിപ്പ്, TP MP റിലേഷൻഷിപ്പ്, AP MP റിലേഷൻഷിപ്പ്. ഇത് 5 നിങ്ങൾ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ ചില ഇപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനൊക്കെ ഈ ഒരു ചാപ്റ്റർ ബന്ധപ്പെട്ട് SAക്കൊക്കെ വരുന്ന സമയത്ത് 8 മാർക്കിനൊക്കെ വരുന്ന സമയത്ത് ഇത് A പാർട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ B പാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻസ് ആയിരിക്കും. ഇതെല്ലാം കൂടി ചോദിക്കത്തില്ല. ചിലപ്പോൾ TP MP മാത്രമുള്ള റിലേഷൻഷിപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ AVC MC തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം ചെയ്താൽ, ആ രീതിയിൽ ഒക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ SAക്ക് വരുമ്പോഴും ഇത് പാർട്ട് B ഒക്കെ ആയിട്ട് ഈ റിലേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിനൊക്കെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AP MP തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി 2 റിലേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. AP AP തമ്മിലുള്ള 2 റിലേഷനെ പറ്റിയിട്ട്. സോ അങ്ങനെ 2 മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ സവിശേഷതകൾ, ദാറ്റ് ഈസ് പൂർണ്ണകിട മത്സര വിപണി, അതിൻ്റെ സവിശേഷത. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് ലാഭം പരമാവധി ആകൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ലാഭം പരമാവധി ആകാനുള്ള 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, 3 കണ്ടീഷൻസ്. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ essay കംപ്ലീറ്റ് ആവുന്നത്. അതെ, ഇത് 8 മാർക്കിന് നമുക്ക് SAക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ സെക്ഷനിലും വരാറുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ 3 കണ്ടീഷൻസ് പ്ലസ് ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് പോവുക. അത് ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ് ഈ ഒരു ചോദ്യം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SAക്ക് മീൻസ് എല്ലാ തവണ SAക്ക് വന്നിട്ടില്ല. SAക്ക് വരാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ സെക്ഷനിലൊക്കെ വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി ചോദിക്കാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫ്യൂച്ചേഴ്സ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷന് 3 കണ്ടീഷൻസ് മാത്രം എഴുതാൻ പറയാം. അങ്ങനെ ഏത് രീതിക്കായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ പറ്റുന്ന പോലെ കവർ ചെയ്തിട്ട് പോവുക കേട്ടോ. പിന്നെ TR AR MR, ദറ്റ് ഈസ് ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. ഓക്കെ, ഇത് 3ൻ്റെയും റിലേറ്റ് ചെയ്തിട്ടൊരു കണക്കുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ അതൊരു 3-4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ അടുത്ത ഈ TR AR MRന് തന്നെ ഇതിനും ഓരോ ഷേപ്പ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ലൈൻ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ലൈൻ പഠിക്കുന്നത്. അതും വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, നോക്കിയിട്ട് പോവാം. പിന്നെ ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും, അതായത് അടച്ചുപൂട്ടൽ തലവും സാധാരണ ലാഭനഷ്ടരഹിത ബിന്ദു. ഈ ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കുകളാണ്. നിങ്ങൾ നോക്കിയിട്ട് പോവേണ്ട, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, TRയും TCയും തുല്യമായിട്ട് വരുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, എനിവേ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അത് ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ ഇവിടെ ഈ 2 കാര്യങ്ങൾ, ഇത് വൺ വേർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഞാൻ വായിച്ചു തരാം. പ്രൈസ് ഈക്വൽ ടു മിനിമം AVC ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിൽ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമം AVCക്ക് തുല്യമായിരിക്കും. അതുപോലെ ലോങ് റണ്ണിൽ പ്രൈസ് എന്ന് പറയുന്നത് മിനിമം LRACക്ക് തുല്യമായിരിക്കും. ഇത് വൺ വേർഡ് റിലേറ്റ് ചെയ്തിട്ട് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഇക്വേഷൻ ജസ്റ്റ് ഷോർട്ട് റണ്ണിൽ പ്രൈസ് മിനിമം AVCക്ക് തുല്യമായിരിക്കും, ആ രീതിക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ നിന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഉൽപ്പാദക സ്ഥാപനത്തിൻ്റെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. സപ്ലൈ കർവിൻ്റെ ഡിറ്റർമിനൻറ്റ്സ് ഐ തിങ്ക് ഒരു 4 ഡിറ്റർമിനൻസിനെ പറ്റി പഠിക്കാനുണ്ട്. അത് ഫുള്ള് എക്സ്പ്ലനേഷൻസ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകാട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വൺ വേർഡ് ഒക്കെ അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. നമ്മൾ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞതുപോലെ തന്നെ അതേ പേര് വെച്ചിട്ട് തന്നെ 5 ഇലാസ്റ്റിസിറ്റിയാണ് എവിടെയും പഠിക്കാനുള്ളത്.
അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ എവിടെയും പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ട്. ഇതേ അവിടെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇ പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, പ്രധാനത്തിൻ്റെ ഇലാസ്തികത. അപ്പോൾ എന്തായാലും ഉറപ്പിച്ചോളൂ, ഒന്നില്ലെങ്കിൽ ആ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് കണക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് കണക്ക് ചോദിക്കാം. പക്ഷേ ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാഠത്തിലെ ഏറ്റവും അവസാനം ജോമെട്രിക് മെത്തേഡ്, ജാമിതീയ രീതി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സപ്ലൈ കർവിനെ ജോമെട്രിക് മെത്തേഡിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് പറയുന്നത്. 3 ഗ്രാഫുകൾ എവിടെയുണ്ട്. ഈ 3 ഗ്രാഫുകൾ നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് പോവുക. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്യാനും എക്സ്പ്ലനേഷൻ എഴുതാനൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് വരുന്നത് ജോമെട്രിക് മെത്തേഡ്. ഈ 3 ഗ്രാഫുകളും വരച്ച് പഠിക്കുക. എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി നമ്മുടെ 5ാമത്തെ പാഠം, ഏറ്റവും അവസാനത്തെ മൈക്രോയിൽ ഏറ്റവും അവസാനത്തെ പാഠത്തിൽ വരുമ്പോൾ ആദ്യമേ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ 1 മാർക്കിനോ 2 മാർക്സിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി പോയാൽ മതിയാവും. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ് ഈ ഒരു ഗ്രാഫ്. അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന് മീൻസ് ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫാണ് ഇത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അന്നേരം നമ്മളിത് വരയ്ക്കുക. എവിടെ നോക്കിക്കോളൂ, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് വൈ. ഓക്കെ, ദെൻ എന്താണ് ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് ഡി ഡി. ഓക്കെ, ഇതാണ് സപ്ലൈ കർവ് എസ് എസ്. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് താഴോട്ട് എക്സ് ആക്സിസിലോട്ടുള്ളതാണ് ഇത്. ക്യൂ സ്റ്റാർ എന്നുള്ളത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഈ പി സ്റ്റാർ എന്നുള്ളത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതാണ് ഇവിടെ പി സ്റ്റാറും ക്യൂ സ്റ്റാറും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തിട്ട് പോവുക. ഈ ഒരു ചാപ്റ്റർ, ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഒത്തിരി ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ആ ഗ്രാഫുകളെല്ലാം ഏത് ഗ്രാഫ് വരച്ചാലും നമ്മൾ ഫസ്റ്റ് ബേസ് ആയിട്ട് വരയ്ക്കേണ്ടത് ഈ ഒരു ഗ്രാഫാണ് കേട്ടോ. ഈ ഒരു ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇതിൻ്റെ വെറൈറ്റി ഓഫ് കാര്യങ്ങളിലോട്ട് പോകുന്നത്. അത് വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ആ പറഞ്ഞ ഗ്രാഫുകൾ ഈ ഒരു ടോപ്പിക്കിനകത്താണ് വരുന്നത്. അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, ഡി ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കർവാണ് കേട്ടോ. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് എസ് എസ്, അതുപോലെ തന്നെ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. ഇങ്ങനെ പറഞ്ഞ് 3 ടോപ്പിക്കുകൾ കാണാൻ പറ്റും. അതായത് ഇവിടെ പറയുന്നത് ഇതാണ് ഈ ബേസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്താണ് നമ്മുടെ ബേസിക് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഈ ഡിമാൻഡ് കർവ് ഉണ്ടല്ലോ, ഇതിന് ഉണ്ടാവുന്ന ഷിഫ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ സപ്ലൈ കർവിന് ഉണ്ടാവുന്ന ഷിഫ്റ്റാണ് ഈ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ആ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ ഗ്രാഫുകളുണ്ട്, അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിക്കണം. ഇനി സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ റൈറ്റ് വേർഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡോ ഒക്കെ ഉള്ള ഷിഫ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഞാനിവിടെ ഗ്രാഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ഗ്രാഫുകളുണ്ട്. ഇതിലേതെങ്കിലും നമുക്ക് എല്ലാം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. 1 2 ഓക്കെ, മിനിമം ഒരു ഒരെണ്ണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഗ്രാഫുകൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വരച്ചിട്ട് പോവുക കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു കണക്കുണ്ട്, ഞാനത് കാണിച്ചു തരാവേ. ആ കണക്കിൻ്റെ ചോദ്യം എങ്ങനെയാണ് വരിക, ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ എടുത്താണ് പറയുന്നത് കേട്ടോ. അതായത് ഇഫ് ക്യൂ ഡി ഈക്വൽ ടു, എവിടെ ക്യൂ ഡി തന്നിട്ടുണ്ട് 100 മൈനസ് പി. ഓക്കെ, അതാണ് എന്താണ്. ദെൻ അതുപോലെ തന്നെ ക്യൂ എസ് എം തന്നിട്ടുണ്ട് 20 പ്ലസ് പി. ഓക്കെ, സോ ക്യൂ ഡിയും ക്യൂ എസും തന്നിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു ഫോർമാറ്റിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അത് ഈ ഒരു ചാപ്റ്ററിനകത്തു നിന്നാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ തന്നെ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ക്യൂ എസും ക്യൂ ഡിയും തുല്യമാണ് എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അത് ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണക്കായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവസാനമായിട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന്, പ്രൈസ് സീലിംഗ്, വിലയുടെ പരിധി എന്ന് മലയാളത്തിൽ പറയാം. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറി പോർഷൻ എന്താണ് പ്രൈസ് സീലിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലസ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്രാഫും ഉണ്ട്. അപ്പോൾ ഗ്രാഫ് ഉൾപ്പെടെ നമുക്ക് പ്രൈസ് സീലിങ്ങിനെ പറ്റി എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ്, തറവില, ഇതിനകത്തും തിയറി പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിന് ഫ്ലോർ പ്രൈസിന് ഒരു ഗ്രാഫ് ഉണ്ട്.
അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ 2 ഗ്രാഫ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് മേ ബി ഒരു 8 മാർക്കിന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ സെക്ഷനിൽ രണ്ടും കൂടി ചേർത്ത് ചോദിക്കാം. അല്ല രണ്ടും കൂടി ചേർത്ത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് മാത്രമായിട്ടായാലും ചോദിക്കാം. പ്രൈസ് സീലിംഗ് മാത്രമായിട്ട് 5 മാർക്കിനോ ഫ്ലോർ പ്രൈസ് മാത്രമായിട്ട് 5 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ തിയറി പോർഷൻ അവിടെ എഴുതുക, ഗ്രാഫുകൾ 2 ഗ്രാഫുകളും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൈക്രോയിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. 5 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി മാക്രോയിലെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അടുത്ത ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പ്ലേലിസ്റ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേലിസ്റ്റിനകത്ത് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.